അതെ. ഹായ് പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയിൽ സാംസ്കാരിക അനുരൂപണത്തിൻ്റെ മറപിടിച്ച് കടുത്ത ഒന്നാം പ്രമാണ ലംഘനങ്ങൾ നടക്കാറുണ്ട്. തികച്ചും അന്യമത അനുരൂപണങ്ങൾ അനേകം സഭാവിശ്വാസികളെ നശിപ്പിക്കുന്ന തരത്തിൽ നടക്കുന്നുണ്ട്. മെത്രാന്മാരും പുരോഹിതരും അറിഞ്ഞുകൊണ്ട് തന്നെ കത്തോലിക്ക വിശ്വാസത്തിന് ഒരിക്കലും നിരക്കാത്ത പലതും വിശ്വാസികളിൽ ചിലരെയെങ്കിലും ആകർഷിക്കാൻ എന്ന പേരിലോ ഈ രാജ്യത്തുള്ള വിജാതീയരായ പലരെയും ആകർഷിക്കാൻ എന്ന നിലയിലോ ഒക്കെ നടത്തുന്നുണ്ട്. സഭാസ്നേഹികളായ പലരും ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യുകയും അതിൽ പെട്ടുപോകാതെ സംരക്ഷിക്കാൻ തക്ക വചനങ്ങളും മറ്റ് പ്രബോധനങ്ങളും ഒക്കെ നൽകാറുമുണ്ട്. അങ്ങനെ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കുറേ നാളുകളായി സോഷ്യൽ മീഡിയയിൽ കാണപ്പെടുന്ന ഒരു പോസ്റ്ററാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഒരു ബോട്ടിൽ നമുക്ക് കാണാം. അതിൻ്റെ ലേബൽ ഒന്ന് പരിശോധിക്കുക. ഗുരുവായൂരിലും ശബരിമലയിലും മാത്രമാണ് അരവണ പായസം വിതരണം ചെയ്യുന്നത്. എന്നാൽ വളരെ വൈറലായ ഈ ചിത്രത്തിൽ കാണുന്ന അബുദാബിയിലെ മുസാഫയിലുള്ള സെൻറ്റ് പോൾസ് കത്തോലിക്ക പള്ളിയിൽ അരവണ അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? ഒരു ആരോപണമാണ്. പലയിടത്തും നിരവധി ഹൈന്ദവ ആചാരങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് എന്നറിയാവുന്നവർ സ്വാഭാവികമായും ഇങ്ങനെ പായസം വിതരണം ചെയ്യുന്നുണ്ട് എന്നാണ് വിചാരിക്കുക. അതുകൊണ്ട് തന്നെ സഭാസ്നേഹികൾ ഇത് ഒത്തിരിയേറെ ഷെയർ ചെയ്യുകയും ഇത്തരം കുടുക്കിൽ പെടരുത് എന്നൊരു സന്ദേശം പകരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ ഇത് വളരെ ഫേക്കാണ്. ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല. ഇങ്ങനെ ഒരു അരവണ പായസ വിതരണം വിദേശത്തോ ഇന്ത്യയിലോ എങ്ങും നടന്നതായി എൻ്റെ അറിവിലില്ല. ഈ പള്ളി ഒന്ന് നോക്കുക. ഇത് അബുദാബിയിലെ മുസാഫ നഗരത്തിലെ പള്ളിയാണ് ലേബലിൽ കാണുന്നത്. സെൻറ്റ് പോൾസ് ചർച്ച്. മെയ് 2011 എന്നും നാം കാണുന്നില്ലേ? കാണുമ്പോൾ പ്രത്യക്ഷമായി ഇതിനെതിരെ രോഷാകുലമായി പ്രതികരിക്കാനാണ് സാധാരണ തോന്നുക. ഇതിൻ്റെ യാഥാർത്ഥ്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ലെവൽ പ്രകാരം അവിടെ നടന്ന ഒരു പെരുന്നാളിൽ മെയ് 2011 ഇത് ഉൽപ്പാദിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ പറഞ്ഞ പെരുന്നാളിന് അരവണ പായസം കൊടുത്തു എന്ന് ആരോപിക്കപ്പെടുന്ന പള്ളി അന്ന് പണിതിട്ടില്ല, ശിലാസ്ഥാപനം ചെയ്തിട്ടില്ല, അവിടെ പള്ളിക്ക് സ്ഥലം പോലും ലഭിച്ചിട്ടില്ല എന്ന സ്ഥിതിയാണ്. അവിടെ പള്ളിക്ക് സ്ഥലം ലഭിച്ചത് 2011 നവംബറിലാണ്. അതിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് 2013 ജൂൺ 29. ആ പ്രദേശത്തെക്കുറിച്ച് അറിയാവുന്ന ചിലർ ഒരുപക്ഷെ ചിന്തിക്കും, ഇത് മുസാഫ പള്ളിയിൽ ആണ്ടുതോറും നടത്തുന്ന ഓരോ വിഭാഗങ്ങളുടെ ഓരോ പ്രദേശത്തെയും പ്രത്യേക വിശിഷ്ട ഭക്ഷണങ്ങളൊക്കെ അവിടെ പ്രദർശിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെയെങ്ങാനും ആരെങ്കിലും അവിടെ കൊണ്ടുവന്നാണെന്ന് വിചാരിക്കാം. അത് അങ്ങനെയുമല്ല. കാരണം 2011 പള്ളി ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് സഭയെ അവഹേളിക്കാൻ വേണ്ടി കൃത്യമായി പ്ലാൻ ചെയ്ത് നിർമ്മിച്ചതാണെന്ന് നമുക്ക് ഉറപ്പാക്കാം. നമ്മൾ സഭാസ്നേഹികളായ നിരവധി പേര് സഭയെ ഇത്തരം കുടുക്കുകളിൽ നിന്നും ഗണികളിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടിയാണ്, നല്ല ഉദ്ദേശത്തിലാണ് ഇതൊക്കെ പ്രചരിപ്പിക്കുന്നതെങ്കിലും അതിലൊത്തിരി വിവേകം കാണിക്കാനുണ്ട്. കാരണം ഇത്തരം പ്രചാരണം സഭാസ്നേഹികൾ മാത്രമല്ല സഭ വിരുദ്ധരും ചെയ്യാറുണ്ട്. പെന്തക്കോസ്ത് സഭകളിലേക്കും ന്യൂജൻ സഭകളിലേക്കും അതുപോലുള്ള ഓരോ കൾട്ട് ഗ്രൂപ്പിലേക്കും ഒക്കെ സഭയിൽ നിന്നും നിരവധി പേരെ കടത്തിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ ഇത്തരം നിരവധി ഒന്നാം പ്രമാണ ലംഘനങ്ങൾ നടക്കുന്നതായിട്ടും ഈ സഭയിലുള്ളവരെല്ലാം നശിച്ചു പോവുകയുള്ളൂ, ആരും രക്ഷപ്പെടുകയില്ല, വേഗം രക്ഷപ്പെട്ട് ഞങ്ങളുടെ കൂടെ വന്നോളൂ എന്ന് പറയാൻ വേണ്ടി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്നാം പ്രമാണ വിഷയത്തെക്കുറിച്ച് കൂടുതലായി പറയുന്ന ചില ഗ്രൂപ്പുകൾ, സഭാവിരുദ്ധ ശക്തികൾ ഉൾപ്പെടെയുള്ളവർ, അവർ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അത് വളരെയേറെ വൈറലാക്കും. ഇതിൽ പെട്ടുപോകരുതെന്ന് പറഞ്ഞ് അവരുടെ കൂടുതലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. മറ്റൊരു കൂട്ടരുണ്ട്, കത്തോലിക്ക സഭയെ തകർക്കുക എന്ന് ലക്ഷ്യം വെച്ച് ഇതുപോലെ തെറ്റുകൾ കാണുന്നതൊക്കെ പ്രചരിപ്പിക്കുക മാത്രമല്ല ഇതുപോലെ വ്യാജ ലേബൽ ഉണ്ടാക്കിയും വ്യാജമായ പല വാർത്തകൾ സൃഷ്ടിച്ചും വ്യാജമായ ചില വീഡിയോകൾ സൃഷ്ടിച്ചും പ്രചരിപ്പിക്കും. അങ്ങനെ പ്രചരിപ്പിച്ച് എപ്പോഴും സഭയെ വെറുക്കാനുള്ള ഈ ബ്ലാക്ക് മാസുകാരെ പോലെ കത്തോലിക്ക സഭയെ എതിർക്കുന്ന ഒരു ഗ്രൂപ്പും ഇങ്ങനെ ചെയ്യാറുണ്ട്. സഭ അത്ര മോശമാണ്, വഷളാണെന്ന് പരസ്യമായി അവഹേളിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നിഷ്കളങ്കരായ സഭാസ്നേഹികൾ ഇതൊന്നും അറിയാതെ ഇതൊക്കെ പരമാവധി ഷെയർ ചെയ്യുകയും ഒരു പ്രതികരണം ഉണർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സഭാസ്നേഹികൾ ഇത്തരം കുടുക്കിലൊന്നും പെട്ടുപോകരുത്. ആ പ്രദേശത്തുള്ള ആരുടെയും ചോദിച്ച് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ഒക്കെ ചെയ്യുകയാണ് വേണ്ടത്. അതുപോലെ എന്ത് കിട്ടിയാലും നമ്മളതുപോലെ അതിൻ്റെ ഫാക്റ്റ് ഒന്ന് അന്വേഷിക്കാൻ പരമാവധി ശ്രമിക്കണം. അല്ലെങ്കിൽ നാം ഈ സഭാശത്രുക്കളുടെ കുടുക്കിൽ വീണു പോകുന്ന ഇരയായി മാറുകയാണ് ചെയ്യുക. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. സഭയെ ആക്ഷേപിക്കുക വഴി ക്രിസ്തുവിനെ ആക്ഷേപിക്കലാണെന്ന് വരും. അതുകൊണ്ട് തന്നെ ദൈവദ്രോഹമാണ് നമ്മൾ ചെയ്യുന്നത്, സഭാദ്രോഹമാണ് ചെയ്യുന്നത് എന്നൊരവസ്ഥ നാം അറിയാതെ വന്നു പോകും. അതോടൊപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. കത്തോലിക്ക സഭയിൽ പലയിടത്തും നടക്കുന്ന ഒന്നാം പ്രമാണ ലംഘനങ്ങളെക്കുറിച്ച് ധ്യാനഗുരുക്കന്മാരാണ് കൂടുതൽ പറയാറുള്ളത്. ധ്യാനഗുരുക്കന്മാരിലല്ലാത്ത മറ്റ് ചില നേതാക്കന്മാരായ പുരോഹിതരും ചില മെത്രാന്മാരുമൊക്കെ വളരെയേറെ ഒന്നാം പ്രമാണ ലംഘനം പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കുന്നത് നമുക്കറിയാം. അതിനെതിരെ രോഷം കൊള്ളേണ്ട ആവശ്യമില്ല. അവരങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ. കാരണം കത്തോലിക്ക സഭ മാത്രമല്ല, കത്തോലിക്ക സമുദായവുമുണ്ട്. സഭ വേറെ, സമുദായം വേറെ. NSS നായർ സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞതുപോലെ കത്തോലിക്ക ജാതിയും ഓർത്തഡോക്സ് പോലുള്ള മറ്റു പല ജാതികളും ഉൾപ്പെടുന്ന ക്രിസ്തീയ മതമുണ്ട്. ഈ ക്രിസ്തീയ മതത്തിൽ ജനിച്ചു പോയവർ പലതരം ആശയക്കാരുണ്ട്, യാതൊരു ഭക്തിയും വിശ്വാസവും ഇല്ലാത്തവരുണ്ട്, ദൈവനിഷേധികളുണ്ട്, ബ്ലാക്ക് മാസുകാരുണ്ട്. അങ്ങനെ വിശ്വാസികൾ മാത്രമല്ല, അങ്ങനെ പുരോഹിതരുമുണ്ട്. അവർ വിശ്വാസികളെ നയിക്കുന്ന ധ്യാനഗുരുക്കന്മാരുടെയും ഒക്കെ പല പ്രബോധനങ്ങളെ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തേക്കാം. അതൊന്നും മുഖവിലിക്കെടുക്കേണ്ട കാര്യമില്ല.
അവർ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ മാറിക്കോളും. അതാണ് അതിൻ്റെ സ്ഥിതി. അവർ ഉടൻ തന്നെ വിശ്വാസത്തിലേക്ക് വരണമെന്ന് ആർക്ക് നിർബന്ധിക്കാൻ പറ്റും? അവർ വിശ്വാസത്തിലേക്ക് വരുന്നത് വരെയും ഇങ്ങനെ വിമർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അവർ ഒന്നാം പ്രമാണം ഉൾപ്പെടെയുള്ള എല്ലാം ലംഘിക്കാൻ പറയും. അവർ മറ്റു ജാതിക്കാരെ പോലെ ജീവിക്കാൻ പറയും. എല്ലാ ജാതിയും ഒന്നാണ്, എല്ലായിടത്തും ദൈവം ഒന്നാണെന്നൊക്കെ പറയും. അത് പറഞ്ഞുകൊള്ളട്ടെ. അവർ വിശ്വാസത്തിലേക്ക് വരുന്നത് വരെ അങ്ങനെയുള്ളൂ. ഇപ്പോൾ തീക്ഷ്ണമതികളായ ഈ ധ്യാനപ്രസംഗർ പോലും അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒന്നാം പ്രമാണം ലംഘിക്കുന്നവരായിരുന്നെന്നോ അന്നൊക്കെ ധ്യാനിപ്പിച്ചിരുന്നവരെ ആക്ഷേപിച്ചവരായിരുന്നു എന്നും തിരിച്ചറിയണം. അതുകൊണ്ട് എല്ലാ ജാതിക്കാരെയും പോലെ നാം ജീവിക്കേണ്ടവരാണെന്ന് പറയുന്ന ഇവർ പിന്നീട് മാനസാന്തരപ്പെടുകയും വിശ്വാസികൾക്ക് വേണ്ട വിധം പ്രമാണങ്ങളെല്ലാം പാലിക്കാൻ പ്രതിജ്ഞാബദ്ധരാവുകയും ചെയ്യും എന്ന പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ക്രിസ്തീയ സമൂഹത്തിൽ നടക്കുന്നത് എല്ലാം സഭയുടെ പ്രവർത്തനങ്ങളല്ല, വിശ്വാസികളുടെ പ്രവർത്തനമല്ല, ജാതിയുടെ സമുദായത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. സുറിയാനി സഭയ്ക്ക് മുമ്പ് ഈ ജാതീയ കാര്യങ്ങൾ മാത്രം നോക്കാൻ, സമുദായ കാര്യങ്ങൾ മാത്രം നോക്കാൻ ചുമതലപ്പെട്ട ആളുണ്ടായിരുന്നു, അർക്കദിയാക്കോൻ. 1599 ഉദയംപേരൂർ സൂനകദോസ് വരെ നമുക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. ആ അർക്കദിയാക്കോനാണ് സമുദായത്തിൻ്റെ കെട്ടുറപ്പ്, സമുദായത്തിൻ്റെ സംരക്ഷണം, ശക്തീകരണം ഒക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് പലരും ചിന്തിക്കുന്നുണ്ട്, അന്ന് സമുദായത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി ഒരു അർക്കദിയാക്കോൻ ഉണ്ടായിരുന്നത് പോലെ ഇന്നില്ല, അതിൻ്റെ കുറവ് ഒത്തിരി ഉണ്ടെന്നൊക്കെ. ഇന്ന് അർക്കദിയാക്കോൻ്റെ കുറവില്ല, അതാ യാഥാർത്ഥ്യം. അർക്കദിയാക്കോൻ സമുദായ കാര്യങ്ങൾ നോക്കുമ്പോൾ മെത്രാൻ ആത്മീയ കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച് നിയന്ത്രിക്കുക, കുറ്റപ്പെടുത്തേണ്ടത് കുറ്റപ്പെടുത്തുക, പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെ വളരെയേറെ കർക്കശമായൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്ന് ദുഃഖത്തോടെ പറയട്ടെ, നമ്മുടെ മെത്രാന്മാർക്ക് സമുദായ കാര്യങ്ങൾ നോക്കാനും സമുദായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനേ താല്പര്യമുള്ളൂ. വിശ്വാസ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ മെത്രാന്മാരില്ല. ഫലത്തിൽ ഇന്ന് സുറിയാനി സഭയുടെ 50ഓളം മെത്രാന്മാരിൽ ബഹുഭൂരിപക്ഷം പേരും അർക്കദിയാക്കോൻ്റെ റോളാണ് നിർവഹിക്കുന്നത്, ആർച്ച് ഡീക്കൻ്റെ റോളാണ് നിർവഹിക്കുന്നത്. അതുകൊണ്ട് അന്ന് ഒരു അർക്കദിയാക്കോനാണ് സമുദായ കാര്യങ്ങൾ നോക്കിയിരുന്നതെങ്കിൽ ഇന്ന് 50ഓളം മെത്രാന്മാരാണ് സമുദായ കാര്യങ്ങൾ നോക്കുന്നത് എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അപൂർവം ചില മെത്രാന്മാർ വിശ്വാസപരമായ കാര്യങ്ങളിൽ, സഭാപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നതിൽ നമുക്ക് ആശ്വസിക്കാം, സന്തോഷിക്കാം. എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധം പിടിക്കരുത്. അതുകൊണ്ട് അവരെ ഒന്ന് വിമർശിക്കേണ്ട. സോഷ്യൽ മീഡിയയിൽ അവരെ വിമർശിച്ചുകൊണ്ട് ഒരു കാര്യം നമുക്കില്ല. നമുക്ക് സഭയുടെ വേദികളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അത്തരം കാര്യങ്ങൾ വിമർശിക്കുകയാണ് ഉചിതം. ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, ഞാൻ മറുപടി തരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.